പാലക്കാട് പുതുനഗരത്ത് വീടിനുള്ളിൽ പൊട്ടിത്തെറി. സഹോദരനും സഹോദരിക്കും ഗുരുതരമായി പരിക്കേറ്റു. ഗ്യാസിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് സംശയം. ശ്രീകുമാരൻ പാലക്കാട് ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് സുഹേലി ഒരു സംഭവം നടക്കുന്നത്. പൊട്ടിത്തെറിയാണോ എന്നൊരു സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു വ്യക്തത ഇതുവരെ വരാത്തത്. അത് പുതുനഗരം മങ്ങോട് സ്വദേശികളായ ഷെറീഫ്, സഹോദരി ഷഹാന, 40 വയസ്സ് അദ്ദേഹത്തിനുണ്ട്, ഷെറീഫിനുണ്ട്. സഹോദരിക്ക് 38 വയസ്സാണ് സഹോദരിക്ക്. ഷെറീഫിനെ തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇരു കൈകൾക്കും അതുപോലെ തന്നെ ശരീരത്തിലെ പല ഭാഗങ്ങൾക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പരിക്കുകൾ പറ്റിയ നിലയിൽ, അതായത് പൊള്ളലേറ്റതിന് സമാനമായ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയ നിലയിൽ ഇവരെ വീടുകൾക്ക് സമീപത്ത് കണ്ടെത്തുകയായിരുന്നു. എന്തായാലും അല്പസമയം മുൻപാണ് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രി, ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഉച്ചയോടെയായിരുന്നു സംഭവം. സഹോദരനും സഹോദരിക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ ഇത്തരത്തിൽ പൊള്ളലേറ്റ നിലയിൽ അയൽവാസികൾ കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ ഗ്യാസിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് സംശയം. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ. ശ്രീജിത്ത് വീണ്ടും നമ്മുടെ ശ്രീജിത്ത്, അവരിപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചത് മനസ്സിലാകുന്നു. നിലവിൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ തീപിടുത്തത്തിൽ ശബ്ദമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. അയൽവാസികൾ ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? രണ്ടുപേരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ രീതിയിൽ, അതായത് ജീവന ഭീഷണിയുള്ള തരത്തിലുള്ള കുഴപ്പങ്ങളില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇരു കൈകൾക്കും കാര്യമായ രീതിയിലുള്ള പരുക്ക് പറ്റിയതിനാലാണ് പെട്ടെന്ന് തന്നെ ഈ ഷെറീഫിനെ, പുതുനഗരം മാങ്ങോട് സ്വദേശിയായ ഷെറീഫിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കൾ തന്നെയാണ് അവരെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരികയാണ്. ഈ ബന്ധുക്കൾ ആരും തന്നെ കൂടുതൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അവർ അതിനോട് സംസാരിക്കുന്നില്ല. പക്ഷേ പോലീസിനോട് അവർ എന്താണ് പറഞ്ഞത്, പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അകത്തുണ്ട്. അവരോട് എന്താണ് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ നമുക്കത് വരും. അത് പൊട്ടിത്തെറിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക്, പൊള്ളലേറ്റതാണോ, പരിക്ക് പറ്റിയതാണോ എന്നതും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുനഗരം പോലീസാണ് ഈ മേഖലയിലുള്ളത്. എന്തായാലും പുതുനഗരത്തെ മാങ്ങോട്ടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. അവരെയാണ് പൊള്ളലേറ്റ നിലയിലേക്ക് ഇവിടേക്ക്, അതായത് പൊള്ളലിന് സമാനമായ പരിക്കുകളുടെ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ, ഈ പറയുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ബന്ധുക്കൾ എന്തായാലും ഇപ്പോൾ കാര്യമായ വിവരങ്ങൾ നൽകുന്നില്ല. പോലീസിന് അല്പസമയത്തിനകം തന്നെ പോലീസ് സ്ഥലത്തെത്തി, അവിടുത്തെ പോലീസ് സ്ഥലത്തെത്തി, പുതുനഗരം പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും പരിക്കു പറ്റിയിട്ടുണ്ട്. അത് കൈക്ക് രണ്ട് കൈക്കും പരിക്ക് പറ്റിയതുകൊണ്ടാണ് ഷെറീഫിനെ ഇവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ജീവന് കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളില്ല. ഈ സഹോദരിക്കും കാര്യമായ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടില്ല. അവരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ അതിനുള്ള അത്യാധുനിക ചികിത്സ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്, കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ എന്താണ് ഈ സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ബന്ധുക്കൾ എന്തായാലും വിവരങ്ങൾ നൽകുന്നില്ല. അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഇക്കാര്യത്തെക്കുറിച്ചൊരു കൂടുതൽ വ്യക്തത വരുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുഹേൽ, എന്തായാലും ഇരുവർക്കും എങ്ങനെ പൊള്ളലേറ്റു, വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. ഇത് കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. രണ്ടുപേരും ഇപ്പോൾ ചികിത്സയിലാണ്. വലിയ പ്രശ്നങ്ങളില്ല. കൈക്കാണ് പൊള്ളലേറ്റെന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.